ഒന്ന്, ഈ നാട്ടിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി ആളുകൾക്ക് ഭൂപ്രശ്നങ്ങളില്ലാത്ത 10 സെന്റെങ്കിൽ 10 സെന്റ് സ്ഥലത്ത് സ്വൈരമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുമോ? 2, ഈ വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്നും സ്വയം ജീവൻ രക്ഷപ്പെടാൻ കഴിയുന്ന, വന്യമൃഗ ശല്യമില്ലാതെ രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന, സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഭരണത്തിലേറുകയും ആളുകളെ സ്വാധീനിക്കുകയും ചെയ്ത ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ ഏതെങ്കിലും കാക്കിയിട്ട് പോകുന്ന ഫോറസ്റ്റുകാരനെ ചൂണ്ടി അവനാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് ബാക്കി ആളുകളെ മുഴുവൻ കബളിപ്പിക്കുന്ന രാഷ്ട്രീയം ഈ നാട്ടിൽ ഇനി പരീക്ഷിക്കാൻ അനുവദിച്ചുകൂടാ എന്ന രാഷ്ട്രീയ തിരിച്ചറിവിന് ഇത്തരം സംഭവവികാസങ്ങൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒരു കാട്ടാനാക്രമണത്തിൽ ഈ പ്രദേശത്തെ ആളുകൾ മരണപ്പെടാതിരിക്കാനുള്ള അടിയന്തര നടപടിയിലേക്ക് ഗവൺമെന്റ് സത്വര നടപടികൾ സ്വീകരിക്കുന്ന സമീപനം സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനും അതിന്റെ ഭാരവാഹികൾക്കും നേതാക്കൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.